പോളിനോമിയൽസിന്റെ പാർട്ട് 2 ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ തുടങ്ങാൻ പോകുന്നത്. പാർട്ട് 1 നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നത് ഈ ഒരു പോളിനോമിയൽ എന്ന ചാപ്റ്റർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബേസിക്സ് ആണ്. അത് ക്ലാസ് 8 നിന്നുള്ള ബേസിക്സ് ആയിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ചാപ്റ്റർ തുടങ്ങുവാണ്. അപ്പം ആദ്യമായിട്ട് പോളിനോമിയലിന്റെ ഒരു സിമ്പിൾ ഡെഫിനിഷൻ ആണ് ഇവിടെ പറയാൻ പോകുന്നത്. പല പല രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. എന്നിരുന്നാൽ തന്നെയും ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ് ഞാൻ എഴുതാൻ പോകുന്നത്. ഇനി വരും വർഷങ്ങളിൽ നിങ്ങൾക്ക് കുറെ ഏറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. ഇപ്പൊ തൽക്കാലം ഈ ഒരു ചെറിയൊരു ഡെഫിനിഷൻ ഓർത്ത് നോക്കാം. ഇൻ മാത്തമാറ്റിക്സ് പോളിനോമിയൽ ഈസ് ആൻ എക്സ്പ്രഷൻ. ഓക്കെ, സോ നോക്കിക്കേ, ഈ വേർഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലേ. ഇൻ മാത്തമാറ്റിക്സ് പോളിനോമിയൽ ഈസ് ആൻ എക്സ്പ്രഷൻ. അപ്പം പോളിനോമിയൽ എന്താണ്? ഒരു എക്സ്പ്രഷൻ ആണ്. കൺസിസ്റ്റിംഗ് ഓഫ്, അതിനകത്ത് എന്തൊക്കെ വരുന്നു? വേരിയബിൾസ് ആൻഡ് കോഎഫിഷ്യൻസ്. ഇത് നമ്മൾ പഠിച്ചതാണ്, എന്താണ് വേരിയബിൾ എന്നും എന്താണ് കോഎഫിഷ്യന്റ് എന്നും. സോ ഇൻ മാത്തമാറ്റിക്സ് പോളിനോമിയൽ ഈസ് ആൻ എക്സ്പ്രഷൻ കൺസിസ്റ്റിംഗ് ഓഫ് വേരിയബിൾസ് ആൻഡ് കോഎഫിഷ്യൻസ്. വേരിയബിൾസും കോഎഫിഷ്യൻസും ഒക്കെ വരുന്നതാണ് എന്ത്? പോളിനോമിയൽ എന്ന് പറയുന്നത്. അപ്പൊ അതാ ഇവിടെ നോക്കേ, പോളിനോമിയൽസിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ എക്സ് ഒരു വേരിയബിൾ ആണ്. എക്സ് 4x, എക്സ് വേരിയബിള് എന്താണ്? -4 കോഎഫിഷ്യന്റ്. എക്സ് വേരിയബിള് -4 എന്താണ്? കോഎഫിഷ്യന്റ്. സോ അത് ഇത്രയും കഴിഞ്ഞു. ദാറ്റ് ഇൻവോൾവ്സ് ഓൺലി ദ ഓപ്പറേഷൻസ് ഓഫ് അഡിഷൻ, സബ്ട്രാക്ഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. ഈ എക്സ്പ്രഷനിൽ എന്ത് ഓപ്പറേഷൻസ് മാത്രമേ വരത്തുള്ളൂ? അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ വരുന്നുള്ളൂ. ആൻഡ് ദ നോൺ നെഗറ്റീവ് ഇന്റിജർ എക്സ്പോണന്റ്. നോക്കുക, നോൺ നെഗറ്റീവ് ഇന്റിജർ എക്സ്പോണൻസ്. അപ്പൊ ആദ്യം എന്താണ് നോൺ നെഗറ്റീവ് ഇന്റിജർ എന്ന് നോക്കാം. നോൺ നെഗറ്റീവ് ഇന്റിജർ എന്താണെന്ന് നോക്കാം. ഇതാ നോക്കിക്കേ, ഇന്റിജേഴ്സ് ആണ് ഇതെല്ലാം. ഇതെല്ലാം എന്താണ്? ഇന്റിജേഴ്സ് ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് നെഗറ്റീവ്സിനെ എല്ലാം എടുത്ത് അവോയ്ഡ് ചെയ്ത് മാറ്റിയാൽ ഇവിടം വരെയാണ് നെഗറ്റീവ്സ് ഉള്ളത്. അപ്പം -4, -3, -2, -1, 0, 1, 2, 3, 4 എക്സെട്ര. ഈ നെഗറ്റീവ്സിനെ എല്ലാം നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാല് ബാക്കി എന്താണ് നമുക്ക് വരുന്നത്? 0, 1, 2, 3, 4. സോ ഇതിനെയാണ് പറയുന്നത് നോൺ നെഗറ്റീവ് ഇന്റിജേഴ്സ്. ഓക്കെ, ഇവിടെ നമ്മളടുത്ത് പറഞ്ഞേക്കുന്നത് നോൺ നെഗറ്റീവ് ഇന്റിജർ എക്സ്പോണൻസ് ഓഫ് വേരിയബിൾസ്. കേൾക്കുമ്പോൾ ഒരിത്തിരി കട്ടിയുണ്ടെങ്കിലും സംഭവം സിമ്പിൾ ആണ്. എക്സ്പോണൻസ് ഓഫ് വേരിയബിൾ. ഞാൻ നോക്കിയേ, ഇവിടുത്തെ എക്സിന്റെ പവർ എന്താണെന്ന് പറയാമോ? എക്സിന്റെ പവർ 1, ഇവിടുത്തെ എക്സിന്റെ പവർ 2, ഇവിടുത്തെ എക്സിന്റെ പവർ 1, ഇവിടുത്തെ എക്സിന്റെ പവർ 3. ഓക്കെ, ഇവിടുത്തെ വൈയുടെ പവർ 1, ഇസഡിന്റെ പവർ 1. സോ അങ്ങനെ ഈ വേരിയബിൾസിന്റെ പവർ എക്സ്പോണൻസ് എന്തായിരിക്കണം? നോൺ നെഗറ്റീവ് ഇന്റിജർ ആയിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ നമുക്ക് കിട്ടുന്ന ഈ പോളിനോമിയൽ ഫംഗ്ഷനകത്തുള്ള ഓരോ വേരിയബിൾ എക്സ്, വൈ, ഇസഡ് അങ്ങനെയാണുള്ള വേരിയബിൾസ്. ആ വേരിയബിൾസിന്റെ പവർ അല്ലെങ്കിൽ എക്സ്പോണൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? നോൺ നെഗറ്റീവ് ഇന്റിജർ. അതായത് 0, 1, 2, 3, 4 എക്സെട്ര ഇതിൽ ഏതെങ്കിലും ഒക്കെ ആയിരിക്കണം വരേണ്ടത്. ക്ലിയർ ആണല്ലോ? അതല്ലാതെ വന്നാൽ അത് എന്തല്ല? പോളിനോമിയൽ അല്ല എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ നോക്കി, x⁻⁻1 + 2x. ദിസ് ഇസ് നോട്ട് എ പോളിനോമിയൽ. ഇത് എന്തല്ല? പോളിനോമിയൽ അല്ല. കാരണം എക്സിന്റെ പവർ എന്താണ്? -1 വന്നു. അപ്പൊ എക്സിന്റെ പവർ അല്ലെങ്കിൽ വേരിയബിളിന്റെ പവർ എന്ത് വരണം? നോൺ നെഗറ്റീവ് ഇന്റിജേഴ്സ്. ക്ലിയർ ആണല്ലോ? സോ അപ്പൊ ഞാൻ ആ ഡെഫിനിഷൻ ഒന്നുകൂടെ പറയാം. ഇൻ മാത്തമാറ്റിക്സ് എ പോളിനോമിയൽ ഈസ് ആൻ എക്സ്പ്രഷൻ. എക്സ്പ്രഷൻ എന്താണെന്ന് അറിയാലോ? കൺസിസ്റ്റിംഗ് ഓഫ് വേരിയബിൾസ് ആൻഡ് കോഎഫിഷ്യൻസ് that involve only the operations of addition, subtraction, multiplication and non-negative integer exponents of the variable. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ അല്ലേ? ഒരു ഇൻ മാത്തമാറ്റിക്സിൽ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പ്രഷൻ ആണ്. ആ എക്സ്പ്രഷനകത്ത് എന്തൊക്കെ ഉണ്ട്? വേരിയബിൾസ് ഉണ്ട്, എന്തോ അത് കണക്ക് കോഎഫിഷ്യൻസ് ഉണ്ട്. ഓക്കെ, അതിൽ ഏതൊക്കെ ഓപ്പറേഷൻസ് ആ വരുന്നത്? അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ. അതുപോലെ തന്നെ വേരിയബിൾസിന്റെ പവർ എന്തായിരിക്കണം? വേരിയബിൾസിന്റെ എക്സ്പോണൻസ് എന്തായിരിക്കണം? നോൺ നെഗറ്റീവ് ഇന്റിജർ ആയിരിക്കണം. ഇതാണ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞത്. എക്സാമ്പിൾസ് ആണ് x² - 4x + 7, ഇവിടെ x³ + 2xy z² - yz + 1. ഇതെല്ലാം എന്താണ്?
പോളിനോമിയൽസിന്റെ എക്സാമ്പിൾ ആണ്. ഇത് രണ്ടും പോളിനോമിയൽ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ. ഇവിടെ എത്ര വേരിയബിൾ ഉണ്ട്? 1, 2, 3 3 വേരിയബിൾ വരുന്നുണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അടുത്തതായിട്ട് പോളിനോമിയൽസ് അപ്പിയർ ഇൻ മെനി ഏരിയാസ് ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ്. അപ്പൊ പോളിനോമിയൽസ് എവിടെയൊക്കെയാ വരുന്നതെന്ന് ചോദിച്ചാല് മാത്തമാറ്റിക്സിന്റെ സയൻസിന്റെ ഒക്കെ ഒരുപാട് ഏരിയകളിൽ പോളിനോമിയൽസ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ വരുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന വർഷങ്ങളിൽ മാക്സിമം ഇതിനായിട്ട് എടുത്ത് പഠിക്കുന്നവർക്കും അല്ലെങ്കിൽ 10th +1 +2 നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ തൽക്കാലം ഇത് വൃത്തിയായിട്ടൊന്ന് എഴുതി വെക്കാം. അപ്പൊ ഇനി ശ്രദ്ധിക്കുക, കുറച്ചധികം കാര്യങ്ങൾ ഞാൻ ഈ ബോർഡിൽ എഴുതിയിട്ടിട്ടുണ്ട്. എല്ലാം വളരെ സിമ്പിൾ ആണ്. അപ്പൊ അത് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം എഴുതിയെടുക്കാം. ഓക്കെ, ആദ്യമായിട്ട് ടേംസ്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പം ടേംസ് എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ഡെഫിനിഷനൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇൻ ദ പോളിനോമിയൽ x² + 2x. അപ്പൊ ഈ x² + 2x എന്ന് പറയുന്ന പോളിനോമിയലില് 2 ടേംസ് ആണുള്ളത്. ഏതൊക്കെ? x² ആൻഡ് 2x ആർ കാൾഡ് ടേംസ്. ഓക്കെ ആണല്ലോ. അപ്പൊ അത്രയും മാത്രം അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിരുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആണ് കോഎഫിഷ്യൻസ്. ഓക്കെ, the numbers along with the variables are called എന്ത്? കോഎഫിഷ്യൻസ്. അപ്പം വേരിയബിൾസിന്റെ കൂടെ നിൽക്കുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോഎഫിഷ്യൻസ് എന്ന് വിളിക്കുന്നത്. ഇതാ നോക്കിക്കേ, x³ കൂടെ എന്തോ ഉള്ളത്? ഒരു മൈനസ്. മൈനസ് മീൻസ് അവിടെ എന്തുണ്ട്? -1 ഉണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, അതങ്ങ് വായിച്ചേക്കുക, അങ്ങനെ ഇടേണ്ട ആവശ്യമില്ല. x³ കോഎഫിഷ്യന്റ് ആണ്. കോഎഫിഷ്യന്റ് ഓഫ് x³ = -1. അടുത്തത് 4x² കോഎഫിഷ്യന്റ് എന്താണ്? +4. എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 7. ഓക്കെ, എക്സിന്റെ കോഎഫിഷ്യന്റ് 7. x = 7 എന്നല്ല, ഈ കോഎഫിഷ്യന്റ് ഓഫ് താഴോട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് x⁻0 - 2 എന്ന് എഴുതിയേക്കുന്നത് എന്താണെന്ന് ചോദിച്ചാല് ഈ ഇവിടെ ഉള്ള ഈ കോൺസ്റ്റന്റിന്റെ കൂടെ എന്താ ഉള്ളത്? x⁻0. ബിക്കോസ് x⁻0യുടെ അർത്ഥം എന്താണ്? 1 ആണ്. അപ്പൊ അവിടെ ഈ 2ന്റെ കൂടെ x⁻0 ഇടുന്നോണ്ട് യാതൊരു പ്രശ്നവും ഇല്ല. അപ്പൊ ഒരു കോൺസ്റ്റന്റ് ടേം ആണെങ്കിൽ അതിന്റെ റൈറ്റ് സൈഡിൽ നമുക്ക് എന്തിടാം? x⁻0 ഇടാം. അപ്പൊ ഇവിടെ ഇമാജിൻ ചെയ്യുക, എന്ത്? x⁻0 ഇവിടെ ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ അങ്ങനെ x⁻0 ഇവിടെ ഉണ്ടെങ്കിൽ x⁻0യുടെ കോഎഫിഷ്യന്റ് എത്രയാണ്? അതാണ് -2. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ x³ കോഎഫിഷ്യന്റ് -1, x² കോഎഫിഷ്യന്റ് 4, എക്സിന്റെ കോഎഫിഷ്യന്റ് 7. ഈ കോൺസ്റ്റന്റ് ടേം അതിന്റെ റൈറ്റ് സൈഡിൽ എന്തുണ്ട്? x⁻0 ഉണ്ട്. സോ x⁻0യുടെ കോഎഫിഷ്യന്റ് ആണ് -2. അപ്പം ആലോചിച്ചോണം, x⁻0 = 1. ഞാൻ ഇവിടുന്ന് മാറ്റി ഇങ്ങോട്ട് എഴുതിയത്. ഇതെല്ലാം കോഎഫിഷ്യൻസ് ആണ് എഴുതിയേക്കുന്നത്. ഇത് എന്താണ്? x⁻0 എന്നാണ് എഴുതിയേക്കുന്നത്. എനി നമ്പർ റേസ്ഡ് ടു 0 എന്താണ്? 1. സോ അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത്. അപ്പൊ ഞാൻ ഇതങ്ങ് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യുവാണ്. കാരണം വെച്ചാൽ അതിന്റെ ആവശ്യമില്ല. 2 എന്ന് പറഞ്ഞാൽ 2ന്റെ കൂടെ എന്തുണ്ട്? x⁻0 ഉണ്ടെന്ന് ഓർക്കാം. അപ്പൊ ഇത്രയാണ് കോഎഫിഷ്യൻസ്. അടുത്തത് കോൺസ്റ്റന്റ് പോളിനോമിയൽ. 2, -5, 7 എക്സെട്ര ഇതെല്ലാം എന്താണ്? കോൺസ്റ്റന്റ് പോളിനോമിയലാണ്. സോ അപ്പൊ 2 ഇറ്റ്സെൽഫ് എന്താണ്? ഒരു പോളിനോമിയൽ ആണ്. 2 എന്ന് പറഞ്ഞാൽ ഒരു പോളിനോമിയൽ ആണ്. 2x⁻0 എന്ന് എഴുതാം അല്ലെ? ഞാൻ നോക്കി, 2നെ 2x⁻2 എന്തെന്ന് എഴുതാം? 0 എന്ന് എഴുതാം. എക്സിന്റെ പവർ നോൺ നെഗറ്റീവ് ഇന്റിജർ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, സോ 0 പോളിനോമിയൽ. 0 പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ the constant polynomial 0 is called the 0 polynomial. അതായത് കോൺസ്റ്റന്റ് പോളിനോമിയലിനകത്തുള്ള 0 ആണ് എന്തെന്ന്? 0 പോളിനോമിയൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്. മോണോമിയൽ, ബൈനോമിയൽ, ട്രൈനോമിയൽ. എളുപ്പമായിരിക്കും അല്ലെ? നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. മോണോമിയൽ എന്താ? സിംഗിൾ ടേം. ഇത് വീണ്ടും ഇവിടെ എത്തി നമ്മൾ ടേം. ഓക്കെ, ഇവിടെ 2 ടേം ഉണ്ടെങ്കിൽ അതെന്താണ്? ബൈനോമിയൽ. അപ്പൊ ഇവിടെ 2x² + 7x എന്നാണ്. സോ ദാറ്റ് ഈസ് ബൈനോമിയൽ. 3 ടേം ഉണ്ടെങ്കിൽ അതെന്താണ്? ട്രൈനോമിയൽ. അറിയാലോ, സിംഗിൾ ടേം, ഡബിൾ ടേം. ഇവിടെ എത്ര? 3 ടേം. അതുകൊണ്ട് ട്രൈനോമിയൽ. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനിലേക്ക് വരുവാണ്. ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ. അപ്പൊ ഇത് ഫസ്റ്റ് എക്സസൈസിലൊക്കെ വരുന്നുണ്ട്. ഫൈൻഡ് ദ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഒരു പോളിനോമിയലില് വേരിയബിളിന്റെ ഹയസ്റ്റ് പവറിനെയാണ് ഡിഗ്രി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുക, 4x² - 2 + 2x - 1.
ഇവിടെ ഒരു എക്സ് സ്ക്വയറും ഉണ്ട്, ഒരു എക്സും ഉണ്ട്. എക്സിന്റെ അർത്ഥം എന്താണ്? എക്സ് റൈസ് ടു എന്താണ്? 1 ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ ഹയസ്റ്റ് ഏതാണ്? 2 ആണ് ഹയസ്റ്റ്. സോ ഇതിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 2 ആണ് പോളിനോമിയലിന്റെ. അത്രേ ഉള്ളൂ. സോ അപ്പൊ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് പവർ ഓഫ് ദ പോളിനോമിയൽ ഇൻ ഹയസ്റ്റ് പവർ ഓഫ് ദ വേരിയബിൾ ഇൻ എ പോളിനോമിയൽ ഇസ് കാൾഡ് ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ. ഒരു പോളിനോമിയൽ ഫംഗ്ഷനകത്ത് വേരിയബിളിന്റെ ഹയസ്റ്റ് ഏറ്റവും വലിയ പവറിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിഗ്രി എന്ന് പറയുന്നത്. അതൊക്കെ നമ്മളിപ്പം പ്രോബ്ലം ചെയ്യുമ്പോൾ പഠിക്കും. ഇനി അടുത്തത്, അങ്ങനെ ഡിഗ്രിയുടെ അടിസ്ഥാനത്തിൽ പോളിനോമിയലിനെ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട് ബേസ്ഡ് ഓൺ ഡിഗ്രി. ഡിഗ്രി 1 ആയിട്ടുള്ള പോളിനോമിയൽസ് ആണ് ലീനിയർ പോളിനോമിയൽ. സോ അപ്പൊ ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ് ലീനിയർ പോളിനോമിയൽ. ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോ 10th ഒരു ചാപ്റ്റർ വരുന്നുണ്ട്. പിന്നെ 9th നമുക്കൊരു ചാപ്റ്റർ ഉണ്ട് ലീനിയർ ഇക്വേഷൻസിന്റെ. അപ്പൊ ലീനിയർ പോളിനോമിയൽ, പോളിനോമിയൽ ഓഫ് ഡിഗ്രി 1. ഇതാ നോക്കിക്കേ, ഇതിന്റെ പവർ 1 അല്ലേ? എക്സിന്റെ പവർ എത്ര? 1. അപ്പൊ ഹയസ്റ്റ് പവർ എത്ര ആയിരിക്കണം? 1 ആയിരിക്കണം. അപ്പൊ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, അടുത്ത പേരാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഡിഗ്രി എത്ര ആയിരിക്കണം? 2 ആയിരിക്കണം. സോ അപ്പൊ ഇതിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് 10th ഒരു ചാപ്റ്റർ വരുന്നുണ്ട്. സോ അപ്പൊ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഒരു ചാപ്റ്റർ മൊത്തം ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിനെ വെച്ചിട്ടാണ് അത് സോൾവ് ചെയ്യുന്നത്. ക്വാഡ്രാറ്റിക് ഫോർമുല എന്ന് പറഞ്ഞൊരു ഫോർമുല വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്വാഡ്രാറ്റിക് ഫോർമുല. അത്രേ ഉള്ളൂ. സോറി, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഇത്രേ ഉള്ളൂ. ഡിഗ്രി എത്രയാണ്? ഹയസ്റ്റ് പവർ 2. ഓക്കെ, ക്യൂബിക് പോളിനോമിയൽ. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഡിഗ്രി 1, ഡിഗ്രി 2, ക്യൂബിക് ആകുമ്പോൾ എത്ര ആയിരിക്കും? പോളിനോമിയൽ ഓഫ് ഡിഗ്രി 3. നോക്കിയേ, ഇവിടെ 3x³ ഉണ്ട്, ഒരു 7x ഉണ്ട്, 2 ഉണ്ട്. പക്ഷെ ഹയസ്റ്റ് പവർ എപ്പോഴും എന്താണ്? 3 ആണ്. ഓക്കെ, ഹയസ്റ്റ് പവർ 3 ആണ്. സോ അതുകൊണ്ട് ഇതിനെ ക്യൂബിക് പോളിനോമിയൽ. അപ്പം നമ്മൾ ഇവിടെ പറഞ്ഞ ഇത്രേ ഉള്ളൂ. ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഒരു പോളിനോമിയലിന്റെ വേരിയബിളിന്റെ ഹയസ്റ്റ് പവറിനെയാണ് നമ്മൾ ഡിഗ്രി എന്ന് പറയുന്നത്. ആ ഹയസ്റ്റ് പവർ 1 ആയാൽ അത് ലീനിയർ പോളിനോമിയൽ, ഹയസ്റ്റ് പവർ 2 ആയാൽ അത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, ഹയസ്റ്റ് പവർ 3 ആയാൽ അത് എന്ത്? ക്യൂബിക് പോളിനോമിയൽ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. എസ്പെഷ്യലി ടേം എന്താണെന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കുക. കാരണം മിക്ക ക്വസ്റ്റ്യൻസിലും നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യുമ്പോഴത്തേക്ക് ടേംസിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നത്. അപ്പം ഈ ടേം ഇതാണ്, ഈ ടേം ഇതാണ്, ഈ ടേമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും, അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ടേം ഏതാണെന്ന് മിക്ക ആൾക്കാർക്കും അറിയാത്തുള്ള അവസ്ഥ ഞാൻ കണ്ടുവരുന്നുണ്ട്. പിന്നെ കോഎഫിഷ്യൻസ്, ഇതിൽ മെയിൻ ആയിട്ട് ഒരു കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ കോൺസ്റ്റന്റിന്റെ കൂടെ ഉള്ള വേരിയബിൾ ഏതാണ്? എക്സ് റൈസ് ടു 0. പിന്നെ എക്സ് റൈസ് ടു 0യുടെ വാല്യൂ 1 ആണെന്നുള്ളത്. പിന്നെ കോൺസ്റ്റന്റ് പോളിനോമിയൽ, 0 പോളിനോമിയൽ ഒക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇതൊന്നും വേണ്ട. മോണോമിയൽ, ബൈനോമിയൽ, ട്രൈനോമിയലും അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഒരു ടേം ഉണ്ടെങ്കിൽ മോണോമിയൽ, 2 ടേം ഉണ്ടെങ്കിൽ ബൈനോമിയൽ, 3 ടേം ഉണ്ടെങ്കിൽ ട്രൈനോമിയൽ. അപ്പൊ ഇത് വൃത്തിയായിട്ടൊന്ന് എഴുതിയെടുക്കുക. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 2.1 ആണ്. അതായത് പോളിനോമിയലിലെ ഫസ്റ്റ് എക്സസൈസ് ആണ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻസ് ആർ പോളിനോമിയൽ ഇൻ 1 വേരിയബിൾ ആൻഡ് വിച്ച് ആർ നോട്ട്? കുറെ എക്സ്പ്രഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് പോളിനോമിയൽ, ഏതൊക്കെയാണ് പോളിനോമിയൽ അല്ലാത്തത്. സ്റ്റേറ്റ് റീസൺ ഫോർ യുവർ ആൻസർ. അതിന്റെ റീസണും നമ്മൾ എഴുതണം. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. പോളിനോമിയൽ ഏത്, പോളിനോമിയൽ അല്ലാത്തത് ഏത്, അതിന്റെ റീസൺ എഴുതണം. ക്ലിയർ ആണല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 4x² minus 3x plus 7. ഓക്കെ, ഇറ്റ് ഈസ് എ പോളിനോമിയൽ ഇൻ 1 വേരിയബിൾ. ശരിയല്ലേ? അപ്പൊ ഇതൊരു പോളിനോമിയൽ ആണ്. കാര്യം എക്സിന്റെ പവർ എന്താണ്? നോൺ നെഗറ്റീവ് ഇന്റിജർ ആണ്. അപ്പൊ ഇനി ഒരു കേസ് പറയാൻ മറന്നുപോയത്, നോൺ നെഗറ്റീവ് ഇന്റിജർ എന്ന് പറയുമ്പോ നോൺ നെഗറ്റീവ് ഇന്റിജർ എന്ന് ഞാൻ നേരത്തെ പറയുന്നുണ്ടായിരുന്നു. വേരിയബിൾസിന്റെ പവർ അതെന്താന്നും പറഞ്ഞു. ഇതാണ്ടേ, -2, -1, 0, 1, 2, 3 എക്സെട്ര. അപ്പൊ ഈ നെഗറ്റീവ്സിനെ എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞാല് പിന്നെന്താ ഉള്ളത്? 0, 1, 2, 3 ആണുള്ളത്. ഓക്കെ, അപ്പൊ ഈ 0, 1, 2, 3 വേണം നമുക്ക് കിട്ടാനായിട്ട്. അതിനെയാണ് നോൺ നെഗറ്റീവ് ഇന്റിജർ. അതിനെ നമുക്ക് ഹോൾ നമ്പേഴ്സ് എന്നും പറയാം. ഓക്കെ, ശരിയാണല്ലോ. സോ ഒരു പോളിനോമിയൽ ഫംഗ്ഷന്റെ വേരിയബിളിന്റെ പവർ നോൺ നെഗറ്റീവ് ഇന്റിജർ ആയിരിക്കണമെന്നോ അല്ലെങ്കിൽ ഹോൾ നമ്പർ ആയിരിക്കണമെന്നോ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ എന്ത് എഴുതാം? നമുക്ക് ഹോൾ നമ്പർ ആയിരിക്കണമെന്ന് നമുക്ക് പറയാം. അപ്പൊ നോക്കിക്കേ,
ഇവിടുത്തെ എക്സിന്റെ പവർ 2, ഇവിടുത്തെ എക്സിന്റെ പവർ 1. സോ ഇറ്റ് ഈസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ ഇൻ വൺ വേരിയബിൾ. ഒറ്റ വേരിയബിൾ അല്ലേ ഉള്ളൂ, എക്സ് എന്ന് പറയുന്ന ഒറ്റ വേരിയബിൾ അല്ലേ ഉള്ളൂ, ദാറ്റ് ഈസ് വൺ വേരിയബിൾ. ഓക്കെ, അടുത്ത y² പ്ലസ് √2. ഓക്കെ, അപ്പൊ ഇവിടെ y ആണ് വേരിയബിള്, വേരിയബിളിന്റെ പവർ എത്രയാണ്, 2 ആണ്. ഓക്കെ, അപ്പൊ അവിടെയും നമുക്ക് പറയാം ഇറ്റ് ഈസ് എ പോളിനോമിയൽ ഇൻ എന്താ, വൺ വേരിയബിൾ. ഓക്കെ, √2 എന്ന് പറഞ്ഞത് കോൺസ്റ്റന്റ് ആണ്, അത് പ്രശ്നമില്ല. പക്ഷെ അടുത്ത കേസിൽ 3√t പ്ലസ് t√t2. അപ്പോ ഇവിടെ നോക്കാം, ഇവിടുത്തെ വേരിയബിൾ ഏതാണ്, t ആണ് വേരിയബിൾ അല്ലേ. അപ്പൊ ടിക്ക് എന്താണ് കിടക്കുന്നത്, ടിയുടെ പവർ എത്രയാണ്, 1 ആണെന്ന് കരുതരുത്. ഇവിടെ നോക്കിക്കേ, √t എന്ന് പറഞ്ഞാല് t⁻² എന്നാണ് എന്റെ അർത്ഥം. ദാറ്റ് മീൻസ് ടിയുടെ പവർ എത്രയാണ്, 1/2. 1/2 ഈസ് നോട്ട് എ ഹോൾ നമ്പർ, 1/2 ഈസ് എ റാഷണൽ നമ്പർ. ഓക്കെ, സോ ഇത് എന്തല്ല, പോളിനോമിയൽ അല്ല. നമ്മൾ വീണ്ടും ഞാൻ പറയുവാണ്, വേരിയബിൾസിന്റെ പവർ എന്തായിരിക്കണം, ഹോൾ നമ്പർ 0, 1, 2, 3 എക്സെട്ര അങ്ങനെയായിരിക്കണം. അപ്പം 3√t, അപ്പൊ റൂട്ടിനകത്ത് വേരിയബിൾസ് വന്നാൽ അത് എന്തല്ല, പോളിനോമിയൽ അല്ല. ഇറ്റ് ഈസ് നോട്ട് എ പോളിനോമിയൽ ബിക്കോസ് ദ എക്സ്പോണന്റ് അല്ലെങ്കിൽ പവർ ഓഫ് ദി വേരിയബിൾ ഈസ് നോട്ട് എ ഹോൾ നമ്പർ. ഹിയർ ദ പവർ ഓഫ് ദ വേരിയബിൾ ഈസ് നോട്ട് എ ഹോൾ നമ്പർ. Therefore this expression is not a polynomial. Okay, അപ്പൊ ഇതെന്താണ്, എക്സ്പ്രഷൻ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, y plus 2/y. It is not a polynomial because the power of the variable is not a whole number. അതെങ്ങനെ ശരിയാവുമെന്ന് നോക്കാം. ദാ നോക്കേ, ഈ y ഇല്ലേ, y plus 2/y, ഇതിന്റെ പവർ 1 ആണ്, ഇതിന്റെ പവർ 1 ആണ്. പക്ഷെ അത് മുകളിലോട്ട് എടുക്കുമ്പോൾ -1 ആവും. സോ y plus 2/y യുടെ ഈ 2/y ശരിക്കും y മുകളിൽ വരുമ്പോഴത്തേക്ക് y⁻² എന്താവും, -1 ആവും. അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാര്യം വേരിയബിൾസിന്റെ പവർ എന്ത് വരാൻ പാടുള്ളൂ, ഹോൾ നമ്പേഴ്സ് വരാൻ പാടുള്ളൂ. സോ അത് ശരിയാവത്തില്ല. ഇത്ര ഓർത്തിരുന്നാൽ മതി. 2/y മുകളിൽ വരുമ്പോഴത്തേക്ക് എന്താവും, y⁻1 ആവും. സോ ദാറ്റ് ഈസ് നോട്ട് എ പോളിനോമിയൽ because the power of the variable is not a whole number. അപ്പൊ ഇത്ര എഴുതി വെക്കണം. ഓക്കെ, അടുത്തത് x⁻10 plus y³ plus t⁻50. ഇവിടെ നോക്കേ, 3 വേരിയബിൾസ് ഉണ്ട്, പക്ഷെ അത് പ്രശ്നമില്ല. ഇറ്റ് ഈസ് എ പോളിനോമിയൽ ഇൻ 3 വേരിയബിൾ. ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷനാ. കാര്യം വേരിയബിളിന്റെ പവർ എല്ലാം ഹോൾ നമ്പർ തന്നെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ 3 വേരിയബിൾ ഉണ്ട്. സോ ഇറ്റ് ഈസ് എ പോളിനോമിയൽ ഇൻ 3 വേരിയബിൾ. അവർ ചോദിച്ചിട്ടുണ്ട്, വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻസ് ആർ പോളിനോമിയൽ ഇൻ 1 വേരിയബിൾ. പോളിനോമിയൽ തന്നെ എത്ര, 1 വേരിയബിളും 2 വേരിയബിളോ 3 വേരിയബിളോ. വിച്ച് ആർ നോട്ട്, ഏതൊക്കെയാണ് അല്ലാത്തത് പറയാം. അപ്പൊ നമുക്ക് ഇവിടെ ഏതൊക്കെ ടിക്ക് ചെയ്യാം. ഇത് പോളിനോമിയൽ ആയിരുന്നു, ഇത് പോളിനോമിയൽ. പക്ഷെ ഇത് രണ്ടും പോളിനോമിയൽ ഇൻ 1 വേരിയബിൾ ആയിരുന്നു. ഇവിടെ മാത്രം പോളിനോമിയൽ ആണ്, ബട്ട് അതെന്താണ്, 3 വേരിയബിൾ ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് രണ്ടെണ്ണം പോളിനോമിയൽ ഇൻ 1 വേരിയബിളും ഇത് പോളിനോമിയൽ ഇൻ 3 വേരിയബിളും. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത് വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. അടുത്തൊരു കേസ് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 2, സെയിം എക്സസൈസിൽ തന്നെ 2.1 തന്നെ. റൈറ്റ് ദ കോഎഫിഷ്യന്റ്സ് ഓഫ് x². x²ന്റെ കോഎഫിഷ്യന്റ് മാത്രം എഴുതിയാൽ മതി. ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ്, കൊടുത്തിരിക്കുന്ന ഓരോന്നിന്റെ. സോ ഇതാണ് എക്സ്പ്രഷൻസ് 1, 2, 3, 4. ഇതാണ് 4 പോളിനോമിയൽസ് ഉണ്ട്. 4 അല്ലേ? ഓക്കെ, 4. ഇതിനകത്ത് x²ന്റെ കോഎഫിഷ്യന്റ് ഞാൻ ഇവിടെ എഴുതിയേക്കാണ്, കോഎഫിഷ്യന്റ്സ് ഓഫ് x². ഇതിന് നേരെ ഞാൻ അങ്ങ് എഴുതുവാണ് ഇത്. ഓക്കെ, സോ ഈ കേസില് x²ന്റെ കോഎഫിഷ്യന്റ് എന്താ, x²ന്റെ കൂടെ നിൽക്കുന്ന എന്താ, 1 ഉള്ളൂ. 2 വേറെയാണ്. x²നോട് കൂടെ നിൽക്കുന്ന എന്താണ്, 1. x² മീൻസ് 1x² എന്നാണ്. സോ ദാറ്റ് ഈസ് 1. ഈ കേസിൽ x²ന്റെ കൂടെ എന്താ ഉള്ളത്, -x² എന്ന, ദാറ്റ് ഈസ് -1x² എന്ന, ദാറ്റ് ഈസ് -1. ഈ കേസിൽ x²ന്റെ കൂടെ എന്താ ഉള്ളത്, π/2 ആണ്. സോ ദാറ്റ് ഈസ് π/2 x²ന്റെ കോഎഫിഷ്യന്റ്. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ എന്താണ്, √2x -1, x² ടേം ഇല്ല. ഓക്കെ, അപ്പൊ x² ടേം ഇല്ലാത്തതുകൊണ്ട് 0 എന്ന് പറഞ്ഞു തന്നാൽ മതി. എന്നാൽ ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. ശരിക്കും ഈ ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാല് √2x -1 എന്നല്ലേ നിങ്ങൾ കാണുന്നത്. അതെങ്ങനെയാണ് ശരിക്കും, 0x² പ്ലസ് √2x -1 എന്ന് എഴുതാതിനെ.
കാര്യം എന്തുവാ, 0 into x square എന്തായി പോവും, 0. അപ്പൊ ഇവിടെ എന്തെടുക്കാം, വാല്യൂ ഒന്നുമില്ല, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. എക്സ് സ്ക്വയർ ടേമും കൂടെ നമ്മൾ ആഡ് ചെയ്തു, പക്ഷെ 0x² ആണ്. പക്ഷെ എന്തുവാ, അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അങ്ങനെ വരുമ്പോ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്താണ്, 0. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ എക്സ് സ്ക്വയർ ടേം ഇല്ലാത്തതുകൊണ്ട് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 0. അതെങ്ങനെ വന്നതെന്ന് മനസ്സിലായല്ലോ. എക്സ് സ്ക്വയർ ടേം ഇല്ലെങ്കിൽ നമ്മൾ അതിന് 0x² എന്നാ പറയുന്നത്. അപ്പൊ ഇതൊക്കെ ആലോചിച്ച് വെച്ചോണം. പോളിനോമിയൽസിന്റെ ഡിവിഷൻസിൽ പലയിടത്തും നമുക്ക് ഇങ്ങനെ ഇടേണ്ടതായിട്ടുണ്ട്. ഒരു എക്സ് സ്ക്വയർ ടേം മിസ്സിംഗ് ആണെങ്കിൽ എങ്ങനെ അതിനെ ആഡ് ചെയ്യും, പകരം 0x² എന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതാണ് തന്നെ എക്സ് ക്യൂബ് ടേമും അതാണ്. എക്സ് ക്യൂബ് ടേം ഇല്ലെങ്കിൽ 0x³ എന്ന് ആഡ് ചെയ്യാം. സോ ഓക്കെ, അപ്പൊ ഇത്ര മനസ്സിലാക്കണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് എഴുതിയെടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 4th ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ദ ഡിഗ്രി ഓഫ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് പോളിനോമിയൽസ്. അപ്പോ ഡിഗ്രി എഴുതാനാണ്. ഡിഗ്രി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഹയസ്റ്റ് പവർ ഓഫ് ദി വേരിയബിൾ. ഇപ്പൊ 5x³ + 4x² + 7x വേരിയബിൾ എക്സ് ആണ്, അതിന്റെ ഹയസ്റ്റ് പവർ ഏതാ, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, 3 ഉണ്ട്. സോ ഈ 3 ആണ് അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡിഗ്രി 3. 4 - y², ഒരു വേരിയബിൾ ഉള്ളൂ y, yയുടെ ഹയസ്റ്റ് പവർ 2 ആണ്. സോ ഈ 2 ആണ് ഇവിടുത്തെ ആൻസർ. 5t - √7, t ആണ് അവിടുത്തെ വേരിയബിൾ, ടിയുടെ പവർ എത്ര ആണ്, 1. സോ ദാറ്റ് ഈസ് 1. അടുത്തത് 3. അപ്പൊ ഇതെന്താണ് 0 ഇട്ടേക്കുന്നത്, ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയുടെ. 3 മീൻസ് എന്താണ്, 3x⁻0 എന്നാണ് അല്ലെ. കാര്യം എന്താണ്, x⁻0 മീൻസ് എന്തോ 1 ആണ്. സോ 3 × 1. x⁻0 ഇട്ടാലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാര്യം 3 × x⁻0 മീൻസ് 3 × 1, ദാറ്റ് ഈസ് 3 തന്നെയാണെങ്കിൽ. സോ ഇവിടുത്തെ ഹയസ്റ്റ് പവർ എത്രയാണ്, 0. എക്സ് ആണ് അവിടുത്തെ വേരിയബിൾ, എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. y വേണമെങ്കിൽ y ഇടാം. അപ്പൊ അതിന്റെ ഹയസ്റ്റ് പവർ എത്രയാണ്, 0. ഓക്കെ, അപ്പൊ ഇത് കഴിയുന്ന ഇത് കണക്ക് തന്നെ വരച്ചിടുക, എന്നിട്ട് എഴുതിയെടുക്കാം. ഓക്കെ, അടുത്തതായിട്ട് എക്സസൈസ് 2.1 ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ. ക്ലാസിഫൈ ദ ഫോളോയിങ് ആസ് ലീനിയർ, ക്വാഡ്രാറ്റിക് ആൻഡ് ക്യൂബിക്. സോ ലീനിയർ, ക്വാഡ്രാറ്റിക് ആൻഡ് ക്യൂബിക് പോളിനോമിയൽസ്, ഇങ്ങനെ 3ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ x² + x. സോ x² + x ഇതിന്റെ ഹയസ്റ്റ് പവർ എത്രയാണ്, x² + x ന്റെ ഹയസ്റ്റ് പവർ x ആണ്. സോ ദാറ്റ് ഈസ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഓക്കെ, അതെന്താണ്, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ x - x³ അതിന്റെ ഹയസ്റ്റ് പവർ, ഇവിടെ x ന്റെ പവർ 1, ഇവിടുത്തെ x ന്റെ പവർ എത്ര, 3. സോ അത് ക്യൂബിക് പോളിനോമിയൽ. 3 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ എത്രയാണ്, സോറി ഹയസ്റ്റ് പവർ 3 വന്നാൽ അതെന്താണ്, ക്യൂബിക് പോളിനോമിയൽ. സോ ഇവിടെ എത്രയാണ്, y² 4. അപ്പൊ yയുടെ പവർ ഹയസ്റ്റ് എത്ര, 2. ദാറ്റ് ഈസ് അഗെയിൻ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. അടുത്ത 1 + x, എക്സിന്റെ പവർ എത്രയാണ്, 1 ആണ്. ദാറ്റ് ഈസ് ലീനിയർ പോളിനോമിയൽ. പവർ 1 ആയിട്ടുള്ള പോളിനോമിയൽ ആണ് ലീനിയർ പോളിനോമിയൽ. 3t ഇതിന്റെ പവർ എത്ര, 1 ആണ്. സോ ദിസ് ഈസ് ലീനിയർ പോളിനോമിയൽ. 3t എന്ന് വെച്ചാൽ 3t⁻1 എന്നാണ് അർത്ഥം. അതിനൊക്കെ തന്നെ 1 + x⁻1 എന്നും ഉണ്ടായിരുന്നു. ഓക്കെ, അടുത്ത 7x³. അപ്പം എക്സിന്റെ ഹയസ്റ്റ് പവർ എത്രയാണ്, 3. ദാറ്റ് ഈസ് ക്യൂബിക് പോളിനോമിയൽ. അപ്പൊ ഇത് വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. അപ്പൊ ഇത്രയുമാണ് പാർട്ട് 2 കണ്ടന്റ്സ്. അപ്പൊ പാർട്ട് 2 നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഓർത്ത് നോക്കാം. ആദ്യമായിട്ടും പോളിനോമിയൽസിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ പഠിച്ചു. അതിനുശേഷം ടേംസ്, കോഎഫിഷ്യൻസ്, കോൺസ്റ്റന്റ് പോളിനോമിയൽ, സീറോ പോളിനോമിയൽ, മോണോമിയൽ, ബൈനോമിയൽ, ട്രൈനോമിയൽ, ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ. അപ്പൊ ബേസ്ഡ് ഓൺ ഡിഗ്രി പിന്നെ നമ്മൾ 3 കാറ്റഗറി പോളിനോമിയൽസ് പഠിച്ചു. ലീനിയർ പോളിനോമിയൽ, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, ക്യൂബിക് പോളിനോമിയൽ. പിന്നീട് നമ്മൾ ചെയ്തത് കോഎഫിഷ്യൻസ് എഴുതാൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എക്സസൈസിൽ. അതാണ് തന്നെ അടുത്തതായിട്ട് ഡിഗ്രി എത്ര എന്ന് എഴുതാൻ ഒരു കാറ്റഗറി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ ചെയ്തത് ഇപ്പൊ നമ്മൾ അവസാനമായിട്ടുള്ള ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ക്ലാസിഫൈ ചെയ്യാൻ, അതായത് ലീനിയർ ആണോ, ക്വാഡ്രാറ്റിക് ആണോ, ക്യൂബിക് പോളിനോമിയൽ ആണോ എന്ന്
കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. സോ അപ്പോൾ ഇത്രയാണ് എക്സസൈസ് 2.1 നമ്മളുള്ളത്. അപ്പോൾ ഒന്നുകൂടി ഓർക്കുക, ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ബേസിക്സ് എടുത്തു, അതിനുശേഷമാണ് സെക്കൻഡ് പാർട്ടി വന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ക്ലാസ് പോകുന്നത്, എല്ലാ പ്രോബ്ലംസ് ചെയ്തു പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്ത് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ശേഷം കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യുവാണെങ്കിൽ ഇതിന്റെ ബേസിക്സ് വളരെ തറവാകും. അപ്പൊ ഫുൾ മാർക്സ് അല്ലെങ്കിൽ മാക്സിമം മാർക്സ് മേടിക്കുക എന്നതിലുപരി നമുക്ക് മാത്സിന്റെ ബേസ് നല്ല രീതിയിൽ കിട്ടും. അപ്പൊ മിക്ക പേരൻസ് അല്ലെങ്കിൽ കുട്ടികളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇയാൾക്ക് ബേസ് ഇല്ല, ബേസിക്സ് ഇല്ല, അങ്ങനെയൊക്കെ. അപ്പൊ ഇതാണ് ബേസിക്സ്. ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് പോയാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ബേസിക്സ് കിട്ടും. അപ്പൊ ഇത് നോട്ട്സ് എഴുതി വെച്ചതിന് ശേഷം മടക്കി വെക്കരുത്, വീണ്ടും ചെയ്ത് നോക്കണം. വളരെ വൃത്തിയായിട്ട് എഴുതാൻ ശ്രമിക്കുക, വീണ്ടും വീണ്ടും എടുത്തു വെച്ച് നോക്കുക. അപ്പൊ കഴിയുന്നതും ഇതുപോലെ പല കളറിലുള്ള പെന്നോ ഒക്കെ വെച്ചിട്ട്, റെഡിങ് ഒന്നും യൂസ് ചെയ്യണമെന്ന് പറയുന്നില്ല, കണ്ണിനൊക്കെ പ്രോബ്ലം ഉണ്ടായേക്കാം. ബ്ലൂ പെന്നും ബ്ലാക്ക് പെന്നും ഒക്കെ യൂസ് ചെയ്യുക. അപ്പൊ അങ്ങനെ കുറച്ചും കൂടെ നമ്മൾ ഈ കൊടുത്തേക്കുന്നവർക്ക് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിരിക്കും. അങ്ങനെ പഠിക്കുക. സോ താങ്ക് യു.